CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾക്ക് വിമർശനം എന്ന വാർത്ത വരുന്നു. കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നുവെന്നാണ് സൂചന. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ശരത് എസ് എസ് ചേരുന്നു. ശരത് എസ് എസ്, ഗുഡ് മോർണിംഗ് ശരത്. ഇന്നിപ്പോൾ വിഭാഗീയ വിഷയങ്ങളടക്കം ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് തോമസ് കെ തോമസിനിട്ടൊരു പണിയാണ്. അപ്പോൾ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരും. മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറിയും ഇന്നും തുടരുമോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് ഇന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്നും നാളെയും ഉണ്ടാകും. അതായത് 3 ദിവസ സമ്മേളനത്തിൽ 3 ദിവസവും ഇവർ രണ്ടുപേരും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെ ഇപ്പോൾ ആദ്യ റൗണ്ട് ചർച്ച മാത്രമാണ് പൂർത്തിയായത്. കാര്യമായ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയിലേക്ക് വന്നിട്ടില്ല. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയവും ഒപ്പം ജില്ലയിലെ വിഭാഗീയത പ്രശ്നം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ജില്ലയിലുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇന്നലെ ആദ്യ റൗണ്ട് ചർച്ചയിൽ കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം പ്രവർത്തന റിപ്പോർട്ടിൽ പോലും കായംകുളം അതേപോലെ തന്നെ ഹരിപ്പാട് മേഖലകളിലെ വോട്ട് ചോർച്ച മാത്രമാണ് ഒരു കാര്യമായ ഒരു സ്വയം വിമർശനമായി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിനുശേഷം നടന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു പേരിന് മാത്രമുള്ള ചർച്ച എന്ന രീതിയിൽ തന്നെ വേണം പറയാൻ. ആ രീതിയിൽ കാര്യമായ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായും സർക്കാരിനെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാനും ഒക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ ആദ്യ റൗണ്ടിൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. 2.5 മണിക്കൂർ മാത്രമായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. ചില വിമർശനങ്ങളായി വന്നത്, ഒന്ന് പി പി ദിവ്യക്കെതിരെ നടപടിയെടുത്തിട്ടും ഇത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് വഴി അടച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അത്തരം വിഷയങ്ങളിൽ ചില ചോദ്യങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചു എന്നതിനപ്പുറം മറ്റു കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. പോലീസിലെയും ചില വകുപ്പുകളിലെയും ചില ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം, ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം ചില വിമർശനങ്ങളുണ്ട്. അതിനപ്പുറം കാര്യമായ വിമർശനം ഉണ്ടായിട്ടില്ല. പൊതുവിൽ ഭരണ അനുകൂല രീതിയിൽ തന്നെയാണ് പ്രതിനിധികളൊക്കെ തന്നെ ഇന്നലെ എന്തായാലും ഈ ചർച്ചയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തി തന്നെയായിരുന്നു എന്തായാലും ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന ആവശ്യം കൂടി എന്തായാലും ഈ ചർച്ചയിൽ നിന്ന് പ്രതിനിധികൾ പങ്കുവെക്കുകയും ചെയ്തു. അതേസമയം മുഖ്യമന്ത്രി ജില്ലയിലെ വിഭാഗീയതയ്ക്കെതിരെ തക്കതായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ജില്ലയിലെ വിഭാഗീയതയിൽ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് പ്രധാനമായും പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രതിനിധികളോട് പറഞ്ഞു വെച്ചത്. മാത്രമല്ല, മേൽത്തട്ടിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയില്ലാതിരുന്നിട്ട് പോലും ഇത്തരം വിഭാഗീയത പ്രവർത്തനങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ചർച്ച ചെയ്യാത്തതുൾപ്പെടെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമായും കൂടുതൽ വിഷയങ്ങൾ ചർച്ചയിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ റൗണ്ട് ചർച്ച മാത്രമാണ് നടന്നത്. ഇന്നിപ്പോൾ കൂടുതൽ വിഷയങ്ങൾ എന്തായാലും ചർച്ചയിലേക്ക് കടന്നു വരും. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഇന്നും പൂർണ്ണമായ സമയവും ഉണ്ടാവും എന്നാണ് ശരത് റിപ്പോർട്ട് ചെയ്യുന്നത്.